നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പച്ചമരുന്നിന്റെ ചികിത്സ ഫലിച്ചു തുടങ്ങി. നാഡീ ഞരമ്പുകളിൽ ഒരു ജീവൻ വീണതിന്റെ സൂചനയാ. വിരൽത്തുമ്പിലുണ്ടായ ചലനം. മുത്തപ്പൻ തുണച്ചു. അവര് പോയോ? ഇവിടെ വൈദ്യസഹായത്തിന് വന്നവര് പോയോന്ന്? നാട്ടിലിത് വേണ്ടുവോളം കിട്ടുന്നുണ്ടായിരുന്നല്ലോ. മോളെ, ഇതിനൊരു പരിഹാരം വേണ്ടേ? ജീവിത അവസാനം വരെ കാഴ്ചയില്ലാതെ കഴിച്ചുകൂട്ടാന്നാണോ നീ വിചാരിക്കുന്നത്? വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ. കാഴ്ചയില്ലാത്ത എത്ര പേര് ജീവിക്കുന്നുണ്ട്. അമ്മ വാ. മോളെ, നമുക്ക് പോവാം അമ്മേ. ആ പോവാം പോവാം. അതെ, നിങ്ങളോട് രാജമ്മ നിക്കാൻ പറഞ്ഞു. എന്തിനാ അമ്മേ? മോളെ, നിന്റെ വാശി കളയും. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ നമ്മള്. വാടാ, വാ, നടക്ക്. മുത്തപ്പന്റെ കരുണയല്ല ഇവിടുത്തെ ചികിത്സയും സുഖം പ്രാപിക്കലും ഒക്കെ. മുത്തപ്പൻ ഒരു ലക്ഷണം കാണിച്ചില്ലെങ്കിൽ ചികിത്സ കൊണ്ട് പ്രയോജനം ഉണ്ടാകില്ലെന്ന അനുഭവം. നിങ്ങളുടെ കാര്യത്തിൽ മുത്തപ്പൻ അത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയെ ഇവിടെ ചികിത്സയ്ക്ക് എടുക്കാം. അയ്യോ, കുട്ടി സുഖം പ്രാപിക്കുന്നത് വരെ ഇവിടെ തന്നെ താമസിക്കണം. അതിപ്പോ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഇനിയൊരു സംസാരമില്ലാതെ മടങ്ങാം. തടസ്സമില്ല രാജ്യമേ. പുറത്തു നിന്ന് ആഹാര സാധനങ്ങളൊന്നും പാടില്ല. ഭക്ഷണം, ഉറക്കം തുടങ്ങിയ ഓരോ കാര്യങ്ങളും ഇവിടുത്തേതായ രീതികളിലായിരിക്കും. അതെല്ലാം പറയുന്നത് പോലെ പാലിക്കണം. എന്താ, സമ്മതമാണോ? സമ്മതം രാജമ്മേ. ഒരു വൈദ്യമുറി കൂടി ഒരുക്കാൻ സമയം വേണം. നിങ്ങൾ പോയിട്ട് നാളെ വന്നാ മതി. ശരി. പവിഴം വാ. മോളെ, സമാധാനമായില്ലേ ശാരദാമ്മേ? എന്നാ വാ, നമുക്ക് പോകാം. സാറേ. എന്താ ശാരദാമ്മേ? അല്ല, വേറൊരാളെ കൂടെ ഇവിടെ ചികിത്സിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ അയാള് കാരണമാ ഷാരിയെ രാജ്യമ്മ ചികിത്സക്കെടുത്തത്. അയാളുടെ കാര്യത്തിൽ ഒരു പുരോഗതി ഉണ്ടായത് കൊണ്ടാണല്ലോ രാജ്യമ്മയ്ക്ക് നല്ല ശകുനം തോന്നിയത്. അതെ, അയാളെ കണ്ടൊരു നന്ദി വാക്ക് പറയേണ്ടത് ആവശ്യമല്ലേ? നാളെ മുതല് കുറച്ചു നാളത്തേക്ക് ഇവിടെ തന്നെയല്ലേ ശാരദാമ്മേ താമസം? സൗകര്യമായിട്ട് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യാലോ. ശരി മോളെ, പോവാം. തൂക്കിയെടുത്ത് ബാറിന് പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് പോകാൻ പറ്റുമോ ഞങ്ങൾക്ക്? ബോധം കെട്ട് റോഡിലോ ഗട്ടറിലോ കിടന്ന പോലീസിന്റെ വിളി വരും. ഏതോ കോളേജിലെ ലെക്ചറാണത്രേ. കുടിച്ചു ബോധം മറിഞ്ഞാ പിന്നെ
ബാറിന്റെ പേര് മാത്രമേ ഓർമ്മ ആവുള്ളൂ. എവിടെയാ താമസിക്കുന്നത് പോലും അറിയില്ല. പിന്നെ പാതിരാത്രി റൂം എടുത്ത് താമസിപ്പിക്കേണ്ടത് ഞങ്ങളും. പിറ്റേ ദിവസം റൂം റെന്റ് ചോദിച്ചാലോ ചാടിക്കടിക്കാൻ വരും. തന്നോടാരാ എന്നെ റൂം എടുത്ത് താമസിപ്പിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട്. കുടിക്കാൻ മാത്രം ആവശ്യത്തിന് കാശുണ്ട്. അതാ മുതലാളി പറഞ്ഞത് ഒരു പരിധി കൂടുതൽ കൊടുക്കണ്ടെന്ന്. ദേ ഈ നേരത്തിനുള്ളിൽ ഒരു കുപ്പി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ വേറെ ബാറിപ്പോട്ട് സാറേ, ഞങ്ങൾക്ക് ഇനി ഇത് ചുമക്കാൻ വയ്യ. പിന്നെ ഇവന് മുതലാളി കൂടെ ഞാൻ അവിടുന്ന് കുടിക്കുന്നത് തീരുമാനിക്കുന്നത്. ആ അതെ സാറേ സാറോട് ഈ സാറിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പൊക്കെ ചോദിക്കുന്നത് രാജീവ് സാറും സമാധാനിക്ക്. നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ പറയുന്നു നിൽക്ക് സാറേ. ക്ഷോഭിക്കരുത്. ഈ മദ്യം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ ഉള്ളിലെ കുരങ്ങനെ പുറത്തു കൊണ്ടിരുന്ന ഒരു പാനീയമാണ്. അത് കുടിക്കുന്നവർ പല രീതിയിൽ പെരുമാറിന്നിരിക്കും. ഇത് കണ്ടില്ലേ? തൽക്കാലം ഈ ഭാരം ഞാൻ ചുമന്നാണോ? ചേട്ടൻ പോയിട്ട് 2 പെഗ് കൊടുത്തോണ്ട് വാ. അല്ല സാറേ. ചെല്ല് ചേട്ടാ. 2 പെഗ് എടുത്ത് കൊടുക്കും. ഒടുവില് താനും ഇവിടെ എത്തിയല്ലേ? എടോ ഞാൻ പറഞ്ഞില്ലേടോ, ശാരദാമ്മയുടെ മക്കളെ കെട്ടുന്ന എല്ലാവരുടെയും വിധി ഇതാ. ഞാനും താനും ഇവിടെ എത്തി. ഇനി 3ാമതൊരു ഹതഭാഗ്യനും കൂടെ ഉണ്ട്. അതാരാണാവോ ദൈവമേ. അയ്യോ അയ്യടോ, ചാവാൻ പല വഴികളും ഉണ്ട്. കെട്ടിത്തൂകാം, കൈഞ്ഞരമ്പ് മുറിക്കാം, വെള്ളത്തിൽ ചാടാം, സ്വയം തീ വെക്കാം, വിഷം കുടിക്കാം. അങ്ങനെ പല പല വഴികളും ഉണ്ട്. പക്ഷെ ഇതൊന്നും ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മൾ ആഘോഷത്തോടെ അങ്ങോട്ട് തീർക്കുക. മനസ്സിലായ? പിടിയണോ? വെള്ളം വെള്ളം ചിയേഴ്സ് പറയുന്നില്ലേ? Cheers. സങ്കടങ്ങളും ദുഃഖങ്ങളും ആഘോഷിക്കണമെന്ന് സാറ് പറഞ്ഞോണ്ടാ ചിയേഴ്സ് പറയണമെന്ന് ഞാൻ നിർബന്ധിച്ചത്. ആഘോഷിക്കാനൊരു കാരണമുണ്ട്. ശാരിക കീടനാശിനി എടുത്ത് കുടിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.